ഇന്ന് ഞാൻ മീൻ റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ് ഇവിടെ കാണിക്കുന്നത്. ഇത് നമുക്ക് ഏത് തരം മീൻ ഉപയോഗിച്ചിട്ടും ഇതേപോലെ വളരെ ടേസ്റ്റി ആയിട്ട് റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാനിന്നിവിടെ അയിലെടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഇത് നമുക്ക് അപ്പത്തിൻ്റെ കൂടെ ആണെങ്കിലും ചപ്പാത്തി, പൊറോട്ട, ചോറ് ഏത് ഫുഡിൻ്റെ കൂടെ ആണെങ്കിലും നമുക്ക് ഈ മീൻ റോസ്റ്റ് വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ എടുക്കണമെന്ന് നോക്കാം. ഞാനിവിടെ 1.5 കിലോ അയില എടുത്തിട്ടുണ്ട്. ഈ അയില നമുക്ക് ആദ്യം തന്നെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കണം. അപ്പോൾ ഇവിടെ അയിലൊക്കെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ അതിൻ്റെ തലഭാഗമൊക്കെ ഞാൻ കളഞ്ഞെടുത്തിട്ടുണ്ട്. തലയുടെ ആ സൈഡൊന്നും ഞാൻ മുറിച്ചെടുത്തിട്ടില്ല. ഇനി ഈ 2 സൈഡും നമുക്ക് ഒന്ന് വരഞ്ഞെടുക്കണം. അപ്പോൾ നമ്മൾ മസാലയും ഉപ്പൊക്കെ ഇടുന്ന സമയത്ത് ഇത് നല്ലപോലെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ മീനും ഇതേപോലെ 2 സൈഡും ഒന്ന് വരഞ്ഞെടുക്കുന്നത്. എല്ലാ മീനും 2 സൈഡും വരഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള മസാലകളൊക്കെ നമുക്ക് തേച്ച് പിടിപ്പിക്കാം. ആദ്യം തന്നെ ഞാനിവിടെ മുളക് പൊടി ഒരു 2 ടേബിൾ ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സാധാരണ നമ്മൾ മീൻ പൊരിക്കുമ്പോഴൊക്കെ ആണെങ്കിൽ ഇതിനേക്കാളും കൂടുതൽ മുളക് പൊടി 1.5 കിലോ മീൻ ആവശ്യം വരും. ഇതിപ്പോൾ നമ്മൾ റോസ്റ്റ് ഉണ്ടാക്കി എടുക്കുന്നത് കൊണ്ട് തന്നെ എല്ലാ മസാലകളും നമ്മൾ സാധാരണ മീൻ കറിക്ക് എടുക്കുന്നതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ മുളക് പൊടി 2 ടേബിൾ ടീസ്പൂൺ ഇട്ടു. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി വേണം. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി മല്ലിപ്പൊടി 1 ടീസ്പൂണ് മല്ലിപ്പൊടി ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സാധാരണ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ മീൻ കറി ഉണ്ടാക്കുമ്പോൾ മല്ലിപ്പൊടി ഇത്ര അധികം ചേർത്ത് കൊടുക്കില്ല. കുറച്ച് മല്ലിപ്പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കാറുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ റോസ്റ്റ് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മല്ലിപ്പൊടി ഇത്രയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് അത് നമുക്ക് ചതച്ചിട്ട് എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ബോട്ടിലിൽ വരുന്നത് വാങ്ങിയിട്ട് എടുക്കാം. അത് 1 ടീസ്പൂണ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി പുളിയുടെ പേസ്റ്റ് 1 ടീസ്പൂണ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ്. അപ്പോൾ ഉപ്പ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ സബോളയിലേക്കൊക്കെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കും. അപ്പോൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം ഉപ്പിട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ ഏകദേശം 1.5 ടീസ്പൂണോളം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം നല്ല പോലെ ഒന്ന് മിക്സാക്കണം. മിക്സാക്കിയിട്ട് നമുക്ക് ഇതൊന്ന് കവർ ചെയ്തിട്ട് നമുക്ക് ചുരുങ്ങിയത് 4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ ഇത് നല്ല പോലെ മിക്സാക്കിയതിന് ശേഷം നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഒന്നില്ലെങ്കിൽ കറിവേപ്പില നമ്മൾ ഇത് കൈകൊണ്ട് മിക്സാക്കുന്ന സമയത്ത് തന്നെ ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ ഇത് നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇത് നല്ല ഒരു സ്മെല്ലുണ്ടായിരിക്കും. ഇനി നമുക്ക് ഇതൊന്ന് കവർ ചെയ്തിട്ട് 4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുകയാണ്. ചുരുങ്ങിയത് 4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം. അതിനേക്കാളും കൂടുതൽ സമയമാണെങ്കിലും കൂടുതൽ നല്ലതാണ്. നല്ല ടേസ്റ്റി ആയിട്ടും മസാലകളൊക്കെ പിടിച്ച് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് 4 മണിക്കൂറിന് ശേഷം ഇത് ഫ്രിഡ്ജിൽ നിന്നും പുറത്തെടുത്തിട്ട് നമ്മൾ ഒരു പാനിൽ, അപ്പോൾ കുറച്ചൊരു വലിയ പാൻ വെക്കുകയാണ് നല്ലത്. നമുക്ക് സബോളയൊക്കെ വഴറ്റിയെടുക്കണം. അതിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇവിടെ ഷാലോ ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ നമുക്ക് ഈ വെളിച്ചെണ്ണയിൽ തന്നെയാണ് സബോള വാട്ടിയെടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ വളരെ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ പാനിൻ്റെ വലിപ്പമൊക്കെ അനുസരിച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഈ മസാല തേച്ച് വെച്ചിരിക്കുന്ന എല്ലാ മീനും ഇട്ട് കൊടുക്കാം. അപ്പോൾ ചിലപ്പോൾ നമുക്ക് 2 ട്രിപ്പായിട്ട് പൊരിച്ചെടുക്കേണ്ടി വന്നാൽ 2 ട്രിപ്പായിട്ട് പൊരിച്ചെടുക്കാം ഈ സെയിം ഓയിലെല്ലാം ഇട്ടിട്ട്. അപ്പോൾ നമ്മൾ ആ കറിവേപ്പിലോട് കൂടി തന്നെയാണ് ഇവിടെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അധികം മൊരിയണ്ട. നമ്മൾ സാധാരണ ഫ്രൈ ചെയ്തെടുക്കണ പോലെ വല്ലാണ്ട് മൊരിയണ്ട. കുറച്ചൊന്ന് മൊരിയുമ്പോൾ നമുക്ക് ഇത് 2 സൈഡും കുറച്ചൊന്ന് മൊരിഞ്ഞാൽ നമുക്ക് എല്ലാ മീനും ഇതേപോലെ നമുക്ക് കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇവിടെ എല്ലാ മീനും ഇപ്പോൾ ഇവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് സബോള, അപ്പോൾ ഇതൊരു മീഡിയം സൈസ് സബോളയാണ്. അപ്പോൾ മീഡിയം സൈസ് സബോള ആയതുകൊണ്ട് ഞാനൊരു 5 സബോള എടുത്തിട്ടുണ്ട്. അപ്പോൾ സബോളയുടെ വലിപ്പം അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. തക്കാളി മീഡിയം സൈസ് തന്നെയാണ്, അതുകൊണ്ട് 3 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് ഒരു 5-6 എണ്ണം നെടുകെ കീറിയത്. പിന്നെ കറിവേപ്പില 2 തണ്ട്. അത് നമുക്ക് ഇതിലേക്ക് തണ്ടോട് കൂടി തന്നെ ഇട്ട് കൊടുക്കുക. ആ തണ്ട് നമ്മൾ കളയണ്ട. ആ തണ്ട് കറിക്ക് നല്ല സ്മെല്ലുണ്ടാക്കും. നമ്മൾ കഴിക്കുന്ന സമയത്ത് എടുത്ത് കളഞ്ഞാൽ മതി അത്. ഇനി നമുക്ക് ഇതൊന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ ഇത് നല്ല പോലെ ഫസ്റ്റ് തന്നെ വാടി വരാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ആദ്യം തന്നെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നേരത്തെ 1.5 ടീസ്പൂൺ ഉപ്പ് നമ്മൾ മസാല തേച്ചപ്പോൾ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ.
പിന്നെ ഇത് നല്ലപോലെ വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്നും കൂടി ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് വേണ്ട മസാലപ്പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ മീറ്റ് മസാല പൗഡർ 1/2 ടീസ്പൂണ്, അത് നമ്മൾ പാക്കറ്റിൽ വാങ്ങുന്ന മീറ്റ് മസാല പൗഡറാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ 1/2 ടീസ്പൂണ് ഉലുവപ്പൊടി, 1/2 ടീസ്പൂണ് മുളക് പൊടി, 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി. അപ്പോൾ എല്ലാ മസാലപ്പൊടികളും 1/2 ടീസ്പൂണ് വീതമാണ് ഇപ്പോൾ ഈ സബോള വഴന്ന് വരുമ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. നല്ലപോലെ ഈ പൊടികളൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. എല്ലാനും ഈ സബോളയിലൊക്കെ ഒന്ന് പിടിക്കണം. നമ്മൾ ഇതിൽ വെള്ളമൊന്നും ഒട്ടും ആഡ് ചെയ്ത് കൊടുക്കണില്ല കേട്ടോ. ഇനി നമുക്ക് ഈ സബോളയൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് പൊരിച്ച് വെച്ചേക്കണ മീനുകളൊക്കെ ഒന്നൊന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ പൊടിയാണ്ട് തന്നെ ഇട്ട് കൊടുക്കുക. ഓരോന്ന് കൈ കൊണ്ട് ഇട്ട് കൊടുത്താൽ മതി. ഒരുമിച്ച് ഇട്ട് കൊടുക്കാൻ നിന്നാൽ ചിലപ്പോൾ മീനൊക്കെ ഒന്ന് പൊടിഞ്ഞു പോകും. അതിനുശേഷം നമുക്ക് ഈ മീനുകളുടെ മേലേക്ക് ഈ സബോളയൊക്കെ ഒന്ന് ഒരു കയ്യിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ സമയത്തൊക്കെ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ നിന്ന് നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. അതായത് സബോള ഒന്ന് നന്നായിട്ട് വഴന്ന് വന്നാൽ നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ സബോള വഴറ്റിയത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ്. അതിനുശേഷം നമ്മളിപ്പോൾ ഇത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി. ഇനി അതിൻ്റെ മേലെ നമ്മൾ സബോളയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ ഒരു 3-4 മിനിറ്റ് അടച്ചു വെക്കുകയാണ്. അതിനുശേഷം 3-4 മിനിറ്റിന് ശേഷം നമുക്ക് മൂടി തുറന്നിട്ട് നമുക്ക് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളെ ടേസ്റ്റി അയല റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മസാലയും ഈ സബോളയും മീനൊക്കെ കൂടിയിട്ട് നന്നായിട്ട് മിക്സായിട്ട് ഇപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്യണം.